MTയെ കൊണ്ടു നടന്ന ഒരാളെ ഇപ്പോൾ പരിചയപ്പെടുത്തുകയാണ്. ബാബുവേട്ടൻ 1980-ലാണ് MTയുടെ ആദ്യത്തെ കാറ് വാങ്ങുമ്പോൾ തൊട്ടൊപ്പമുണ്ട്. അംബാസഡർ ആയിരുന്നു അല്ലേ? നമ്പർ ആദ്യം കാറ് വാങ്ങിയത് അംബാസഡർ കാറ്. അതിലെ ഡ്രൈവറായിട്ട് ഞാൻ 7 വർഷം സാറിൻ്റെ കൂടെ ജോലി ചെയ്തു. അന്ന് മാതൃഭൂമിയിൽ പിന്നെ ചീഫ് മാസികൻ്റെ എഡിറ്ററായി. MTയുടെ ഒപ്പമുള്ള യാത്രകൾ MT വർത്താനൊക്കെ പറയും. ഞാനായിട്ട് അത്ര ഇതുണ്ട്. 7 കൊല്ലം എല്ലാവർക്കും, ടീച്ചർക്ക്, ഭാര്യക്ക് ഒക്കെ എന്നെ അറിയാം. പോകുമ്പോ ഇങ്ങനെ പറയും പല കഥയും. പിന്നെ അങ്ങനെ അവിടെ എത്തിയാൽ എറണാകുളമായാലും തിരുവനന്തപുരമായാലും റൂം എടുത്ത് തരും. പാലക്കാട് മലമ്പുഴ ഗസ്റ്റ് ഹൗസിൽ എല്ലാ ആവശ്യം. പിന്നെ എല്ലാ നടന്മാരായിട്ട് അന്ന് പരിചയപ്പെടാനും കഴിഞ്ഞു. MTയുടെ 7 വർഷം നമ്മളൊക്കെ പറയുന്നില്ലേ, MT എന്ന് പറയുന്ന ഗൗരവക്കാരനായ മനുഷ്യൻ. അതൊന്നുമില്ലാതെ MT ഒരു സാധാരണ മനുഷ്യനായി സംബോധിച്ചിരുന്ന ഒരുപാട് പേരുണ്ട് കോഴിക്കോട്ട്. അതിൽ ഒരാളാണ് ബാബുവേട്ടൻ. പക്ഷെ അതിനൊക്കെ അപ്പുറത്ത് രമേഷ് ചോദിച്ച ചോദ്യത്തിലേക്ക് വന്നാൽ MTയും T പത്മനാഭനും മലയാള ചെറുകഥാ രംഗത്തെ, മലയാളത്തിൻ്റെ എഴുത്തിലെ 2 പ്രകാശ സ്തംഭങ്ങൾ തന്നെയാണ്. അത് ഇണങ്ങിയും പിണങ്ങിയും ഒക്കെ നടന്ന ഒരു ബന്ധം അവർക്ക് തമ്മിലുണ്ട്. പക്ഷെ എന്തായാലും ഇപ്പോൾ T പത്മനാഭൻ അത് വളരെ കൃത്യമായി ഓർത്തെടുക്കുന്നു. MT വാസുദേവൻ നായരെ അദ്ദേഹം ഓർക്കുമ്പോൾ അത് MTക്കുള്ള മറ്റൊരു ട്രിബ്യൂട്ടാണ്. നേരത്തെ അദ്ദേഹം പറഞ്ഞു MTയുമൊത്ത് ചെലവിട്ട വളരെ നല്ല നിലയിൽ ചെലവിട്ട ഒരു യൗവനകാലം ഒക്കെ അദ്ദേഹം പറഞ്ഞിരുന്നു. അപ്പോൾ ആ വിധത്തിൽ ഒരേ കിടക്കയിൽ കിടന്നുറങ്ങിയ 2 എഴുത്തുകാർ പിന്നീട് അവർ തമ്മിൽ കലഹിക്കുന്നുണ്ട്, സ്നേഹിക്കുന്നത് പോലെ തന്നെ കലഹിക്കുന്നുമുണ്ട്. അത് ദീർഘകാലം അത് തുടരുകയും ചെയ്തു. പക്ഷേ എഴുത്തിലേക്ക് വന്നാൽ തീർച്ചയായും ഈ 2 കഥാകൃത്തുക്കളുടെയും കഥകൾ തീർച്ചയായും കാലത്തെ അതിജീവിക്കുന്നത് തന്നെയാണ്. MTയുടെ കഥകളും ഇതേപോലെ തന്നെ. ഒറ്റ കാര്യം പറഞ്ഞാൽ ഓർത്താൽ മതി, വാനപ്രസ്ഥവും ഗൗരിയും. ആ 2 കഥകളും എടുത്തു നോക്കിയാൽ മതി. ഒരേ സബ്ജക്റ്റാണ്. 2 വിധത്തിൽ 2 മികച്ച എഴുത്തുകാർ എങ്ങനെ കൈകാര്യം ചെയ്യുമ്പോൾ 2 മനോഹരമായ 2 പൂക്കൾ, കഥാശില്പങ്ങൾ വിരിയുന്നു എന്ന് ആ 2 കഥകളും പ്രകാശം പരത്തുന്നു, സുഗന്ധം പ്രസരിപ്പിക്കുന്നു എന്ന് നമുക്ക് ബോധ്യമാകുന്നത് ആ കഥകളിലൂടെ നോക്കുമ്പോഴാണ്. MTയും T പത്മനാഭനും ഇവർ മറ്റ് MT വാരാണസിയെ പറ്റി എഴുതിയപ്പോൾ കാലഭൈരവൻ, MTയും T പത്മനാഭനും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇണങ്ങിയും പിണങ്ങിയും. ഇവരുടെ പിണക്കം എന്നൊക്കെ പറയുന്നത് വളരെ നിസ്സാരമായ ചില സംഭവങ്ങളാണ്. വളരെ എന്തെങ്കിലും ആശയപരമായോ അല്ലെങ്കിൽ സാഹിത്യ സംബന്ധിയായിട്ടുള്ള ഒന്നും ഒരു ഭിന്നതയും അവർ തമ്മിലില്ല. പലപ്പോഴും T പത്മനാഭൻ അദ്ദേഹത്തിൻ്റെ കഥയ്ക്ക് ലഭിക്കേണ്ട പ്രതിഫലത്തെ ചൊല്ലിയാണ് എഡിറ്ററായ MTയോട് കലഹിക്കുന്നത്. അന്നത്തെ കാലത്ത് അദ്ദേഹത്തിന് 5000 ഉറുപ്പിക പ്രതിഫലം വേണം എന്ന് അദ്ദേഹം ആവശ്യപ്പെടും. അപ്പോൾ മാതൃഭൂമിയുടെ ഒരു നടപ്പ് ഇത് വെച്ചിട്ട് അല്ലെങ്കിൽ മാനദണ്ഡങ്ങൾ വെച്ചിട്ട് ഒരുപക്ഷെ അത്രയും കൊടുക്കാൻ കഴിയില്ല എന്ന് MT സൂചിപ്പിക്കും. അതിന് അദ്ദേഹം ഒരുപക്ഷെ പരിഭവിച്ചിട്ട് കത്തെഴുതും. ഇങ്ങനെയുള്ള പരിഭവങ്ങളാണ് ഇരുവരും തമ്മിൽ ഉണ്ടായിരുന്നത്. ഏറിയും കുറഞ്ഞും എന്ന് തന്നെയാണ് T പത്മനാഭൻ പോലും ആ ബന്ധത്തെ വിശേഷിപ്പിക്കുന്നത്. ഈ അടുത്ത കാലത്ത് ശ്രീ T പത്മനാഭൻ തന്നെ പുറത്ത് പറഞ്ഞിട്ടുണ്ട് പലരോടും. അദ്ദേഹത്തിന്റെ ചെറുകഥയ്ക്ക് അദ്ദേഹം 25,000 ഉറുപ്പിക പ്രതിഫലം വാങ്ങിയിട്ടുണ്ട്. മാതൃഭൂമിയിൽ തന്നെ അദ്ദേഹം 25,000 രൂപ പ്രതിഫലം വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ മലയാളത്തിൽ ഏറ്റവും പ്രതിഫലം വാങ്ങുന്ന ചെറുകഥാകൃത്ത് താനാണ് എന്ന് T പത്മനാഭൻ പലപ്പോഴും അവകാശപ്പെട്ടിട്ടുണ്ട്. ഇതാണ് ഇരുവരും തമ്മിലുള്ള ഒരു ബന്ധത്തിൻ്റെ കഥ. അല്ലെങ്കിൽ ഇരുവരും മലയാള ഭാഷയ്ക്കും സാഹിത്യത്തിനും നൽകിയ സംഭാവന ഓർത്തെടുക്കുകയായിരുന്നു ശ്രീ മധു നേരത്തെ.